നമ്മുടെ ആനിവേഴ്സറി നമ്മൾ ഫസ്റ്റ് ലാൽബാഗിൽ ജോഗിങ്ങിന് പോവാണ്. ഇന്നലെ ലേറ്റ് ആയിട്ട് വന്നുകൊണ്ട് തന്നെ നല്ല മടിയുണ്ട്. അറിയാമല്ലോ, ഇവിടെ രാവിലെ നടക്കാൻ പോകാൻ സൂപ്പറാന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോകണമെങ്കിൽ അങ്ങോട്ടാക്കി നോക്കാം. പിന്നെ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ വന്നിട്ട് പിന്നെ വയ്യെങ്കിൽ കടന്ന് ഉറങ്ങുമ്പോൾ ഒരു വിഷമമല്ല, നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് ഉറങ്ങാമല്ലോ. നമുക്ക് രാവിലെ വന്നുകൊണ്ട് തന്നെ ടിക്കറ്റ് ഫ്രീ ആണ്. 6 മണി തൊട്ട് എത്ര മണി വരെ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ഒന്നുമില്ല. ലാൽബാഗിൽ നടക്കുമ്പോൾ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും ബിസിയാണ്, ബട്ട് ബിസി ഇൻ ദെയർ ഓൺ വേ. സമ്മൺ റണ്ണിങ് ബിഹൈൻഡ് ഹെൽത്ത്, ബിഹൈൻഡ് പീസ്, സമ്മൺ ജസ്റ്റ് ഫൈൻഡിങ് എ ലിറ്റിൽ എസ്കേപ്പ്. കുറേ നേരമായിട്ട് ഇവർ ഈ മരത്തിന് ചുറ്റും നടക്കണം. എന്നാ സംഭവം എന്നറിയത്തില്ല, എക്സസൈസ് ആണോ അതോ അല്ലോ എന്താ സംഭവം എന്നറിയത്തില്ല. ഞങ്ങളിവിടെ വന്നപ്പോൾ തൊട്ട് ഇവരിങ്ങനെ നടപ്പുണ്ട്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല, എല്ലാവരും അവരവരുടേതായ കാര്യങ്ങൾ നോക്കി നടക്കുകയാണ്. അതിനിവിടെ വരുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയും ഫുൾ ഓഫ് എന്തൊക്കെയോ ഹോപ്പൊക്കെയാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടായ മോസ്റ്റ് ഹൈപ്ഡ് രാമേശ്വരം കഫേയിലേക്കാണ് നമ്മൾ പോയത്. 2 ഗീപ്പൊടി ഇഡ്ഡലി, 1 ഗീപ്പൊടി ദോശയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ആൻഡ് അത് അടിപൊളിയായിരുന്നു. കോഫി എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ തിരിച്ചിറങ്ങാറായപ്പോൾ നമ്മൾ അജുക്കയുടെ ഫ്രണ്ടിനെ ബാംഗ്ലൂർ മെയിൻ എന്താ കവളത്തെന്താ പറക്കാണല്ലോ. ഷാലു ഇതാ എന്തോ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നേക്കുവാണ്. നമ്മൾ ചിക്പെറ്റിലോട്ട് പോവാണ്. ഷാലു ബാംഗ്ലൂരിലെ നേഴ്സാണ്. അപ്പോൾ ഈ മാർക്കറ്റിനെ കുറിച്ച് എനിക്ക് കുറച്ച് പറയാനുണ്ട്. അതായത് ഭയങ്കര ഡിസ്കൗണ്ട് ആണ്, വെറുതെ തരും, അതുപോലെ തള്ളായിരുന്നു ഈ മാർക്കറ്റിനെ പറ്റി. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ഒപ്പീനിയനാണ്, എനിക്കൊന്നും കിട്ടിയില്ല. ആൻഡ് പഴയ ജാമ്പോൻ്റെ കാലത്തെ ഐറ്റംസ് ആണ് അവിടെ ഫുള്ളുള്ളത്. തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കും. എനിക്ക് ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല, ഒരു സാധനവും ഞാൻ അവിടെ നിന്ന് മേടിച്ചിട്ടില്ല. ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ പോയതാണ്. നമ്മൾ നേരെ ഓയാലേക്ക് പോവാണ്. അങ്ങോട്ട് പോകണം. അങ്ങനെയാണോ അതിന്റെ പ്രൊനൗൺസിയേഷൻ പോലും അറിഞ്ഞൂടാ. നമ്മൾ ഓയ പോയിട്ട് ഇന്ദിരാനഗർ വരണോ, ഇന്ദിരാനഗർ പോയിട്ട് ഓയയിലേക്ക് പോകണോ എന്നുള്ള ഒരു ഇതിലാണ് നമ്മളിന്ന്. ഇവിടെ നിന്ന് നേരെ നമ്മൾ എയർപോർട്ടിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഹോട്ടലിലേക്ക് നമ്മൾ രാത്രി പോകണേ. ഇറ്റ്സ് ഓൾറെഡി 5:30. നമുക്ക് തിരിച്ച് പോകാൻ സമയമായി, പക്ഷെ പോകാനേ തോന്നുന്നില്ല. കാരണം അടിപൊളിയാണ് കബ്ബൺ പാർക്ക്. അല്ല ഷാലു എന്താ പറയാനുള്ളത്? നിങ്ങളിവിടെ വരാറുണ്ടോ ഇടയ്ക്ക്? നിങ്ങൾ വരാറുണ്ടോ ഇടയ്ക്ക്? ഞാൻ ട്വൈസ് വന്നിട്ടുണ്ട്. നാച്ചുറൽ ഗ്ലോ. ഷാലു ഇവിടുന്ന് ഇന്ദിരാനഗർ എത്തിയിട്ട് അവളുടെ നഗറിലേക്ക് പോവാ. അവൾ ഒയയിലേക്ക് വരുന്നില്ല. അവൾ 10 മണി കഴിയുമ്പോൾ അവളുടെ ഹോസ്റ്റലിൽ കയറ്റത്തില്ല. കുഞ്ഞുപിള്ളാരെ പോലെയാ. ആർ യു ഹാപ്പി? നിന്നെ കാണാൻ ഞാൻ ബാംഗ്ലൂർ വരെ വന്നു. സോ നമ്മുടെ ഊബർ ഓട്ടോ വന്നത്. ലെറ്റ്സ് ഗോ. ഇതെന്താടി ബാക്കിൽ കാണുന്നത്? ഇതിന്റെ പേരെന്താ? ബാംഗ്ലൂരുള്ളല്ലേ പറ. ഇതെന്തോ മെയിൻ ഐറ്റം ആണ്. നമ്മൾ സുജിത് ഭക്തന്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ബാംഗ്ലൂരിലെ ട്രാഫിക് രാത്രി പോലെ ഉറക്കമില്ലാർക്കും. എല്ലാവരും എങ്ങോട്ടൊക്കെയോ ബിസി ആയിട്ട് പൊക്കോണ്ടിരിക്കും. ബിസി ലൈഫ്, നോ വൺ കെയർസ്. ഇവളോട് ആകുന്ന പറഞ്ഞു കഴിക്കല്ലേ, കുശു വരും അവൾ എന്നിട്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെ കഴിക്കുകയാണോ? പാനിപ്പൂരി is very unhealthy. She's eating പാനിപ്പൂരി. Her girlfriend
ജേർണി ബൈ ബൈ ടേക്ക് കെയർ. അപ്പോൾ അവളെ ഇന്ദിരാനഗറിൽ ഇറക്കിയിട്ട് നമ്മൾ നേരെ ഒയയിലേക്കാണ് പോകുന്നത്. ഒയ ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം.